ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് രാവിന് ഇനി ഏതാനും ദിനരാത്രങ്ങൾ കൂടി മാത്രം. ദൈവം മനുഷ്യനായി പിറന്ന ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ നാം ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നുണ്ട്. സാധാരണക്കാരനായി ജീവിച്ച ഒരു ദൈവിക മനുഷ്യൻ, അപ്പനാകാതെ അപ്പനായ വാത്സല്യനിധിയായ പിതാവ്, വാക്കുകളില്ലാതെ വാചാലനാവാതെ വചനത്തെ നെഞ്ചോട് ചേർത്ത് മരണം വരെ നിഴലായി ജീവിച്ചവൻ. അരങ്ങത്ത് ആടിത്തിമിർക്കുവാൻ അനവധി അവസരങ്ങൾ ഉണ്ടായിരിക്കെ ലൈക്കിനും ഷെയറിനും കാത്തു നിൽക്കാതെ അണിയറയിൽ ആരോരും അറിയാതെ അധ്വാനത്തിന്റെ ആൾരൂപമായി കാവൽക്കാരനായി ജീവിച്ചവനെ കുറിച്ച് മത്തായി ശ്ലീഹ ഇങ്ങനെ കോറിയിട്ടിട്ടുണ്ട്: അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടാത്തതിനാലും രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ നമുക്കിവിടെ ഒന്ന് നിർത്താം. യൗസേപ്പിന്റെ ആലോചനകളും നമ്മുടെ ആലോചനകളും. യൗസേപ്പിന്റെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ എന്തായിരിക്കാം നമ്മുടെ ആലോചനകൾ? യൗസേപ്പിന്റെ ആലോചനകളെ കുറിച്ച് ഒരു വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ലേഖനമായ പിതൃഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ നമ്മൾ ഒരുപാട് ധ്യാനിച്ചു. താൻ സ്വന്തമായി പ്രാണന് തുല്യം സ്നേഹിച്ചവളെ അപമാനിതയാകുവാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് സ്വയം അപമാനിതനാകുവാൻ തീരുമാനിച്ച യൗസേപ്പ് പിതാവ്, നാമൊക്കെയോ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, സാഹോദര്യ ബന്ധങ്ങളിലൊക്കെ തെറ്റിദ്ധാരണകൾ കടന്നു വരുമ്പോൾ എന്തായിരിക്കാം നമ്മുടെ ആലോചനകൾ? എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? എത്രമാത്രം സ്നേഹിച്ചതാ, എന്നിട്ടും വഞ്ചിച്ചില്ലേ? പകരം വീട്ടിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. രഹസ്യമൊക്കെ പരസ്യമാക്കാൻ വാട്സാപ്പും ഫേസ്ബുക്കും ട്വിറ്ററും തുടങ്ങിയ നവമാധ്യമങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കാറില്ലേ? മാത്രമല്ല, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് എത്രയെത്ര ജീവിതങ്ങളെയാ നമ്മളൊക്കെ പിച്ചി ചീന്തിയിട്ടുള്ളത്. ഇവിടെ യൗസേപ്പ് പിതാവിന്റെ ആലോചനകൾ സഹനത്തിന്റെ അഗ്നികുണ്ഡങ്ങളിൽ നടന്നു നീങ്ങിയപ്പോഴും ദൈവഹിതം നിറവേറ്റി പരിശുദ്ധ അമ്മയെയും ഉണ്ണീശോയെയും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും വേദനിപ്പിക്കാത്ത യൗസേപ്പ് പിതാവിന്റെ ആലോചനകളെ നമുക്ക് സ്വന്തമാക്കാം. ആരെയും നമുക്ക് വേദനിപ്പിക്കാതിരിക്കാം. നമുക്ക് നമ്മെ, നമ്മുടെ കുടുംബത്തെ ഈ യൗസേപ്പ് പിതാവിന്റെ ഈ നല്ല അപ്പന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രത്യേകമായിട്ടും അനുദിനം അപമാനിതയാകുന്ന നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് യൗസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കാം. ആദിമ ക്രൈസ്തവ സഭ കടന്നുപോയ മതപീഡനത്തെക്കാൾ അതിതീവ്രമായ മതപീഡനങ്ങളിലൂടെയാണ് ആധുനിക സഭ കടന്നു പോകുന്നത്. നമുക്ക് നമ്മുടെ യൗസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അങ്ങൊന്നൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ കെണിയിൽ നിന്നും എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങയുടെ മാതൃക അനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമീൻ. ഏവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു.